കർണാടകയിൽ ബി.ജെ.പി. പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ കോൺഗ്രസ് എം.എൽ.എക്ക് ജീവപര്യന്തം. ധാരവാഡ് എം.എൽ.എ. വിനയ് കുൽക്കർണിയാണ് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. സജു ചാമക്കാലിൽ ബംഗളൂരു ചെയ്യുന്നു. സജു, നിലവിൽ എം.എൽ.എ. ആണെന്ന് മനസ്സിലാക്കത്തോടെ എം.എൽ.എ.ഷിപ്പ് നഷ്ടപ്പെടില്ലേ? സുഹൈല, തീർച്ചയായിട്ടും 10 വർഷം മുൻപ് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ്, കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് എം.എൽ.എ. ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷിക്ക് വിധിച്ചിരിക്കുന്നത്. അതായത് 2016 ഈ സംഭവം നടക്കുന്നത്. 2016 ജൂൺ 15 ധൻബാദിലെ ജില്ലാ പഞ്ചായത്ത് ബി.ജെ.പിയുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന യോഗേഷ് ഗൌഡയെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നിലവിലെ എം.എൽ.എ. ആയിരിക്കുന്ന രാജേഷ് കുൽക്കർണി ഉൾപ്പെടെ 16 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ധൻബാദ് എം.എൽ.എ. വിനയ് കുമാർ കുൽക്കർണിയാണ് ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. വിധിയുടെ ഔദ്യോഗിക പകർപ്പ് ലഭിച്ചാൽ ഉടൻ തന്നെ അയോഗ്യത പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് സ്പീക്കറുടെ ഓഫീസ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 2016 ജൂൺ 15 ധൻബാദിലെ ബി.ജെ.പി. ജില്ലാ പഞ്ചായത്ത് അംഗം യോഗേഷ് ഗൌഡയെ കൊലപ്പെടുത്തുമായി ബന്ധപ്പെട്ട് 2019 നിലവിലെ എം.എൽ.എ. ആയിരിക്കുന്ന രാജേഷ് കുൽക്കർണിയെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് ഈ കേസ് CBIക്ക് കൈമാറിയിരുന്നു. CBIക്ക് കൈമാറിയ ശേഷം കഴിഞ്ഞ 6 വർഷമായ അന്വേഷണത്തിലായിരുന്നു. CBI അന്വേഷണത്തിന്റെ കുറ്റപത്രം കഴിഞ്ഞ ദിവസമായിരുന്നു സമർപ്പിച്ചത്. ഈ കുറ്റപത്രത്തിന്റെ വിധിപ്പകർപ്പ് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ കുറ്റക്കാരാണെന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകളൊക്കെയും CBI ഒക്കെയും മുമ്പോട്ട് കൊണ്ടുവന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞതും. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷയ്ക്ക് കോൺഗ്രസ് എം.എൽ.എ. ഉൾപ്പെടെ 16 പേരെ ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നത്. 16 പേരാണ് ശിക്ഷിച്ചതിൽ ധാരവാഡ് എം.എൽ.എ. വിനയ് കുൽക്കർണിയുമുണ്ട്. അതോടെ കുൽക്കർണി അയോഗ്യനാകും നടക്കുന്ന വിവരങ്ങളാണ് സജു ചാമക്കലിൽ ബംഗളൂരിൽ നിന്ന് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.